ഇന്നത്തെ സഭ കഴിഞ്ഞുള്ള സതീശന്റെ ഇറക്കം ചുമ്മാതെയല്ല. സഭയെയും സ്പീക്കറെയും വിറപ്പിച്ചുകൊണ്ടായിരുന്നു ഇറക്കം. സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങി പാർട്ടി ഫണ്ട് മുക്കിയത് വരെ പറഞ്ഞു തുടങ്ങിയ സതീശന്റെ കുത്തിനു പിടിക്കും പോലെ ആയിരുന്നു മൈക്ക് അദ്ദേഹത്തിന് കൊടുക്കരുത് എന്നുള്ള സ്പീക്കറിന്റെ അലർച്ച. ആ അലർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് സതീശൻ പുറത്തിറങ്ങിയത്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി കൃത്യം കാര്യങ്ങൾ വിശദീകരിച്ചു. സതീശിനേക്കാൾ ഏറെ പാർട്ടിയുടെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറയാൻ ശേഷിയുള്ള ഒരാളും ആ വേദിയിലുണ്ടായിരുന്നു. CPM എന്ന പാർട്ടിയുടെ ക്രൂരത ഏറ്റവും അധികം അനുഭവിച്ച KK രമ. രക്തസാക്ഷികൾക്കായി പിരിക്കുന്ന തുക മുക്കുക മാത്രമല്ല, പാർട്ടിക്കെതിരെ പറയുന്നവനെ 51 വെട്ടി ഇല്ലാതാക്കുവാനും CPM മടിക്കില്ല എന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് TP ചന്ദ്രശേഖരൻ എന്ന വടകരയുടെ ധീരനായ നേതാവ്. കുഞ്ഞികൃഷ്ണന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്നും ഇതേ അനുഭവമാണ് ഒഞ്ചിയത്ത് താൻ അനുഭവിച്ചതെന്നുമാണ് രമ ആ വേദിയിൽ പറഞ്ഞത്. രക്തസാക്ഷികളുടെ കുടുംബത്തെ സഹായിക്കാൻ പാവപ്പെട്ടവർ നൽകിയ പണം പാർട്ടി നേതാക്കൾ അടിച്ചുമാറ്റി എന്ന തെളിവ് സഹിതം പുറത്തു വന്നിട്ടും നടപടി എടുക്കുന്നതിന് പകരം അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നിയമസഭയെ തന്നെ വിലക്കെടുക്കുന്ന സർക്കാരിന്റെ തനിനിറമെന്ന് കേരളം കണ്ടു. സാധാരണ നിലയിൽ ഒരു അടിയന്തര പ്രമേയം അനുവദിക്കേണ്ട വിഷയമാണിത്. പക്ഷേ സ്പീക്കർ എൻ ഷംസീർ അത് തള്ളുകയായിരുന്നു. അവിടെയാണ് കേരളം കേട്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ പ്രഖ്യാപനം വന്നത്. ബഹളം വെച്ചാൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് നൽകാനാകില്ല എന്ന് സ്പീക്കർ പറയുകയായിരുന്നു. മിസ്റ്റർ സ്പീക്കർ, സ്പീക്കറുടെ കസേര എന്നത് പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള കോട്ടയല്ല. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൈക്ക് ഓഫ് ചെയ്ത് മറുപടി നൽകുന്നത് ഏകാധിപത്യമാണെന്നും മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുമ്പോൾ മാത്രം എന്തിനാണ് സ്പീക്കർക്ക് ഇത്ര വേവലാതി എന്നുമാണ് ചോദ്യം ഇവിടെ ഉയർന്നത്. ഒരുപക്ഷേ ഈ വിഷയത്തിൽ സഭയെ നടക്കുന്ന 100 ചോദ്യങ്ങൾ രമയുടെ മനസ്സിലുണ്ടായിരിക്കും. അതിലൊന്നും ഉത്തരം കൊടുക്കാൻ ഒരു കുലം കുത്തിക്കും കഴിയില്ല എന്ന അടിയുറച്ച വിശ്വാസവുമുണ്ട്. ഇന്ന് സ്പീക്കറിന്റെ ഡയസിന് താഴെയാണ് പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയതെങ്കിൽ അത് നാളെ തകർക്കാനുമുള്ള നാളുകൾ വിദൂരമല്ല എന്ന് ഓർക്കുക. സഭയിൽ നിന്നും ഇറങ്ങിയ ശേഷം VD സതീശനും KK രമയും നടത്തിയ പ്രതികരണത്തിലേക്ക് പോകാം. ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്. ഒരു കാരണവുമില്ലാതാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇത് കൊണ്ടുവന്ന വിഷയം ചേട്ടുമ്പോൾ ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല. ഫണ്ട് തിരിമറി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് വിരിച്ചെടുത്ത ഫണ്ടാണ്. സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അതിൻ്റെ പ്രതിഷേധമുണ്ടാകും. ആ കണക്കിൽ വിവാദം വരുമ്പോൾ അതിനെതിരെ കൃത്യമായ മറുപടി ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരമൊക്കെ അവിടേക്ക് സംഘടിപ്പിച്ചത്. പക്ഷേ വളരെ ക്രൂരമായ പോലീസ് അതിക്രമം, പോലീസിനെ നോക്കി നിർത്തി പാർട്ടി ഗുണ്ടകളാണ് അവിടെ അക്രമം അഴിച്ചുവിട്ടത്. പിന്നെ പാർട്ടി ഈ രക്തസാക്ഷി ഫണ്ട് ഇതൊന്നും ആദ്യത്തെ അനുഭവമല്ല. ഞാൻ വിചാരിക്കുന്നത് 2005-2006 കാലഘട്ടത്തിൽ CPM ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ടുണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം 25 കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന രക്തസാക്ഷികൾക്ക് കൂടി വേണ്ടിയുള്ള ഫണ്ടായിട്ടാണ് അന്നത് ഉണ്ടായിരുന്നത്. ആ ഫണ്ട്, അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിൻ്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടി അംഗത്തെ ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടിയുടെ ജില്ലാ നേതാവാണ്. ആ ജില്ലാ നേതാവ് 50 വർഷത്തിലധികം കാലമായി സജീവമായ പാർട്ടി, ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്. അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത്. ഇത് ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം അദ്ദേഹത്തെ അനുകൂലിച്ച ആളുകളുടെ ബൈക്കൊക്കെ അവിടെ ഇതുവരെ കത്തി നശിപ്പിച്ചു, വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു. ഇതേ അനുഭവം ഒഞ്ചിയത്ത് അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ. അതിൻ്റെ ഒരേ രൂപമാണ് ഇപ്പൊ പയ്യന്നൂർ കാണുന്നത്. പയ്യന്നൂർ പോലുള്ള ഒരു സ്ഥലം എന്ന പാർട്ടി ഗ്രാമമാണ്. ഒഞ്ചിയത്തിന് പോലെ തന്നെ പാർട്ടി ഗ്രാമം, എതിരാളികളില്ലാത്ത പ്രദേശം. അവിടെയാണ് പൊതുപ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. പൊതുസമൂഹത്തിൽ ഇതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും. പൊതുസമൂഹത്തിൽ നിന്ന് കൂടി പിരിച്ചെടുക്കുന്ന ഫണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ആ രീതിയിൽ കാണാൻ കഴിയണം. ആ തരത്തിൽ ഇതിനൊരു ഓഡിറ്റിംഗ് ഉണ്ടാകണം. കൃത്യമായി കണക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ആക്രമിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടി
നടപടിയെടുക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം എന്നുകൂടിയാണ് ആവശ്യപ്പെടാറുള്ളത്. ഞങ്ങളുടെ പ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ, റൂൾ 50യുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര? അപ്പോൾ CPM പ്രതിരോധത്തിലാവുന്ന, CPMന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുകയാണ്. നിങ്ങളല്ലേ പോലീസിൻ്റെ മന്ത്രി? പോലീസിനെ കൊല്ലാൻ സ്റ്റീൽ ബോംബ് എറിയുന്നത് മറ്റേ പുഷ്പഹാരം വലിച്ചെറിയല്ലോ, പോലീസിന് നേരെ ബൊക്കെ കൊടുക്കുകയല്ലോ പോലീസിന്. സ്റ്റീൽ ബോംബ് എറിഞ്ഞ് നിങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് 20 വർഷം തടവിന് കോടതി ശിക്ഷിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുക. കാരണം ജയിക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ല. അത്ര അക്രമവും അത്ര അതിക്രമവുമാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ മാസം ഇയാൾക്ക് പരോൾ കൊടുക്കുക. വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത്. ശ്രീമതി KK രമ ഇവിടെ ഇരിക്കുന്നു. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിലാണ് ശ്രീ TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞികൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM ഇരട്ടത്താപ്പാണ്, എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത്. പിന്നെ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ, റൂൾ 50യുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര? അപ്പോൾ CPM പ്രതിരോധത്തിലാവുന്ന, CPMന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുകയാണ്. ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം ഡിനൈ ചെയ്തത്? ഇതിവിടെ സംസാരിക്കണ്ടേ? ഒരു നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാതെ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന, അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, പരസ്യമായ വധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന, പരസ്യമായ ഭീഷണി നടത്തുന്ന, ക്രൂരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ അവരെ അടിച്ചമർത്തുന്ന സംഭവം നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? അത് പറയാനുള്ള അവസരം നിഷേധിച്ച് തുടർന്നാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്.